we all here as we come together to celebrate and reflect as a community. I am Ansu Alex. And I am Reshwan Reni. We are delighted to guide you through today's wonderful program filled with inspiring speeches, performances, and more. Let's begin by inviting the presence of God into our gathering. To start our program, we'll have a beautiful prayer song by Tensi Winner. Please join us in this moment of reflection and prayer. Next, let us listen to the Bible reading by Anu Anna Verghese. May the words bring us insight and inspiration.
നമ്മുടെ വായനക്കത്തിൽ ലഭിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 27 Psalms 27. യഹോവന്റെ വെളിച്ചം തീർച്ചയായും ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ ഞാൻ ആരെ പേടിക്കും? എന്റെ വൈദ്യുതി ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാനോടെ എത്തുന്നവരുടെ വീഴും. ഒരു സൈന്യത്തിന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയുടെ കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരം കാണുവാനും അവന്റെ മഹത്വം ധ്യാനിക്കാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. അനർത്ഥ ദിവസത്തിന് അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. മാസത്തിന് മറവിൽ എന്നെ മറിക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്നെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിലെ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം അറിയണമേ. എന്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പനമെന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷകരുതേ, എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കുകയുമില്ലേ. എന്റെ അപ്പനും അമ്മയെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തോളും. യഹോവയുടെ വഴി എന്നെ കാണിക്കണമേ. എന്റെ നിമിത്തം എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഉള്ള സാക്ഷ്യം പോലൊക്കെ വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവിത പ്രദേശത്ത് യഹോവയുടെ വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയ്ക്ക് പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം കുറിച്ചിരിക്കട്ടെ, അത് യഹോവയ്ക്ക് പ്രത്യാശ വയ്ക്കുക. Thank you, Anna, for sharing your word of God with us. It is now my pleasure to invite our parish secretary, Mr. Dennis, to deliver the welcome speech. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ സക്രിയ ചെറിയനച്ചൻ, ബഹുമാനായ റോവുകാരി ഫാദർ ബിനോയ് ജോഷു അച്ഛൻ, ഇടവകയിലെ കമ്മിറ്റി മെമ്പേഴ്സ്, എൻ്റെ സ്നേഹിതരായ ഇടവാദങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സങ്കീർത്തനക്കാരൻ പാടി ശ്രദ്ധിച്ചതുപോലെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ ലോക പെരുന്നാളും എല്ലാ ആധ്യാത്മിക സംഘടനകളുടെ വാർഷികവും ആഘോഷിക്കുവാൻ നാം ഓരോരുത്തരും ഇവിടെ ഒത്തൊരുമയോടുകൂടി വരുവാൻ സഹായിച്ച ദൈവത്തിനും നന്ദി പറയുന്നു. ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ നാം ഓരോരുത്തർക്കും അഭയം തേടാം. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ലോക പെരുന്നാളിന് മുഖ്യാതിഥിയായി വന്നിരിക്കുന്ന റവറൻ ഫാദർ സക്രിയ അച്ഛൻ ഫാമിലിയാണ്. നമ്മുടെ ക്ഷണം അനുസരിച്ച് അച്ഛൻ ഇന്നലെ തന്നെ വചന ശുശ്രൂഷയും തുടർന്ന് വിശുദ്ധ കുർബാനയും നിറസാന്നിധ്യം തന്നു. അച്ഛനെയും കുടുംബത്തെയും ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ആർദ്രവുമായി ഈ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കുന്നത് നമ്മുടെ ഇടവ വികാരി ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛനാണ്. തിരുക്കോൽക്കടയിലും സുഗമമായുള്ള നടത്തിപ്പിന് അച്ഛൻ ചെയ്യുന്ന എല്ലാ കാര്യവും നിർവചിക്കാൻ സാധിക്കുന്ന അച്ഛനെയും ഈ പരിപാടിയിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏത് പരിപാടിയുമാവട്ടെ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒത്തൊരുമയോടുകൂടി എല്ലാറ്റിനും ചുക്കാൻ പിടിക്കുന്ന ഇടവകയിലെ ട്രസ്റ്റി, സെക്രട്ടറി ആൻഡ് ഓൾ കമ്മിറ്റി മെമ്പേഴ്സ് ഏവരെയും എൻ്റെ സ്നേഹം നിറഞ്ഞ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തിരക്കേറിയ ഷെഡ്യൂളുകളും ഈ വാർഷികത്തിനായി ഒത്തുചേർന്ന എല്ലാ സംഘടനകളും, സൺഡേ സ്കൂൾ, OCYM, വർത്തമാനിയം എല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത ഓരോ അംഗങ്ങളെയും ഞാൻ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. അവസാനമായി എൻ്റെ ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഡ്യൂട്ടിയൊക്കെയും അഡ്ജസ്റ്റ് ചെയ്ത് ദൂരത്തുനിന്നും ഒക്കെയായി മാക്സിമം നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നു. ഏവരെയും സ്നേഹത്തോടെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഏവരെയും പ്രത്യേകമായി ഇടവകയിലെ സെക്രട്ടറി എന്ന പേരിലും വ്യക്തിപരമായും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ വസ്തുത നേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം. Thank you, Dennis Uncle, for your kind words and warm welcome. Up next, we are honored to have our vicar, Father Binoy C. Joshua Achan, deliver the presidential address. Let's give him a warm welcome. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി
സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, ഇടവകയെ സംബന്ധിച്ച് ഒരു സന്തോഷമാണ്. വിശുദ്ധമായ ബലി കഴിഞ്ഞ് നല്ല ഭക്ഷണമായിരുന്നല്ലേ? അതെ, വയറ് നിറഞ്ഞ് ആരും ഉറങ്ങരുത് കേട്ടോ. നല്ല പ്രോഗ്രാം ഇവിടെ ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് അല്പസമയമൊക്കെയും ഈ തിരക്കുകളുടെ ഇടയിൽ ഒന്ന് ആരാധനയുടെ അനുഭവത്തിൽ ശേഷമുള്ളതായ സമയം ആത്മീയ സംഘടനയുടെ, നമ്മുടെ നാട്ടിലെ വലിയ ആത്മീയ പ്രസ്ഥാനം പോലൊന്നും ഇവിടെ നടക്കുന്നില്ല എങ്കിൽ പോലും ചെറിയ തോതിൽ സൺഡേ സ്കൂളും OCYയും മർത്തമറിയ സമാജവും പ്രാർത്ഥനയും ഒക്കെയും ചെറിയ തോതിലൊക്കെയും നടന്നു വരുന്നുണ്ട്. അന്നേരം അവരുടെ ഒരു സ്നേഹ ആദരവ് ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനവര് ചെറിയ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ദൈവികമായിട്ടുള്ളതായ ബന്ധത്തിൽ നമ്മളെ നിലനിർത്തുന്നത് നമ്മൾ പരസ്പരമുള്ളതായ ദൈവസ്നേഹമാണ്. സ്നേഹമില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമാണ്. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, മറ്റുള്ളവന്റെ ജീവിതത്തിൽ അസൂയ കാണിക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നടത്തിയതായ നമ്മുടെ അനുഭവങ്ങളെയും നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ ചിന്തകളെയും ഒക്കെയും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ നാം ദേവാലയത്തിൽ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ചിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ പ്രോഗ്രാം കാണുമ്പോഴൊക്കെയും അതില് നമുക്ക് മനസ്സ് നിറഞ്ഞുകൊണ്ട് ഈ ഇടവക എത്രമാത്രം അതിന്റെ പ്രാരംഭ ദിശയിൽ നിന്ന് എത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും വളർന്നു എന്ന് കണ്ട് മനസ്സിലാക്കുന്നവരൊക്കെയും ഈ പ്രോഗ്രാമിലൂടെയൊക്കെ സാധ്യമാക്കി. കുറവുകളൊക്കെ കാണാം, ചിലപ്പോഴൊക്കെയും ചില പരിമിതികളൊക്കെ ഉണ്ടായിരിക്കാം. പരിമിതികളുടെ സാഹചര്യത്തിൽ അവർ ചെയ്യുന്നതായ ഓരോ കാര്യങ്ങളൊക്കെയും അത് നിറവുള്ളതായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി സമയം ഞാൻ എടുക്കുന്നില്ല. എന്നിരുന്നാലും ഇന്നത്തെ നടക്കുന്നതായ ഈ ആത്മീയ സംഘടനയുടെ വാർഷികത്തില് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ ഇടവക വിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇനി വർത്താനം പറയുന്നത് എവിടെ കൊണ്ട് നിർത്തുവേ. അന്നേരം ആ മാതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഉള്ളതായ ഒരു സാഹചര്യം ഇടവക ഒരുക്കി, ഇടവകയിലെ ആത്മീയ പ്രസ്ഥാനം ഇതിന് വേണ്ടിയിട്ടുള്ളതായ പ്രചോദനങ്ങൾ, അതിന്റെ ആളുകളൊക്കെ അതിനുള്ളതായ പ്രചോദനങ്ങളൊക്കെയും കുഞ്ഞുങ്ങൾക്കും മറ്റുള്ള എല്ലാവർക്കും, കാരണം ഇതിന്റെ പിന്നിൽ ഒത്തിരി അധ്വാനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു പള്ളി പോലെ ഉള്ളതായ സാഹചര്യമൊന്നും അല്ലല്ലോ ഇവിടെ. ഇടയ്ക്കൊക്കെയും അവരുടെ സമയം കിട്ടുന്ന സാഹചര്യത്തിലൊക്കെയും വന്ന് പ്രാക്ടീസ് ചെയ്യുകയും ഇതിനുള്ളതായ ക്രമീകരണങ്ങളൊക്കെയും ചെയ്തു വരുന്നു. തീർച്ചയായിട്ടും അവരുടെ അധ്വാനങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെയും സർവേശ്വരൻ അനുഗ്രഹമായി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തെ അനുഗ്രഹിക്കുന്നു. Thank you, Acha, for your heartfelt address. Now, let's welcome Father Sakriyajan for the felicitation speech. Please join me in giving him a warm round of applause. ബഹുമാനപ്പെട്ട ബിനോയച്ചൻ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ട്രസ്റ്റി സെക്രട്ടറി, കേൾക്കുന്ന പ്രിയപ്പെട്ട മാൻസ്ഫീൽഡിലെ വിശ്വാസ സമൂഹം, നമുക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ 18 മണിക്കൂറിനിടയിൽ 2 പ്രസംഗം എൻ്റെ കേട്ട് നിങ്ങൾ അടുത്തിരിക്കുക. അതിനിടയ്ക്ക് ഇനി ഒരു ഫെലിസിറ്റേഷൻ അഡ്രസ്സ് ദൈർഘ്യത്തോടു കൂടി പറഞ്ഞ് കൂടുതൽ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കഴിവുകളും നമ്മുടെയൊക്കെ
ടാലൻസ് ഡിസ്പ്ലേ ചെയ്യാൻ തക്കവണ്ണമുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഈ ഒരു ഇടവക ഒരുക്കി. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ നാട്ടിലെ പോലെയുള്ള കലുഷിതമായ അന്തരീക്ഷങ്ങളൊന്നും നമ്മളുടെ ഇവിടുത്തെ ദേവാലയങ്ങളില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ നാട്ടിൽ ഓരോ വീടും ഓരോ കോമ്പറ്റീഷനാണ്, ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മയും ഓരോ കോമ്പറ്റീഷനാണ്. അങ്ങനെയൊന്നുമില്ലാതെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകളും ഒക്കെ ഒരു സംഗമമായിട്ട് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം മനോഹരമായ ഒരു ദേവാലയവും അതിന് അനുകൂലമായ സാഹചര്യവും നൽകിയതിന് ദൈവത്തെ മുന്നമേ നമുക്ക് സ്തുതിക്കാം. എത്രത്തോളം നമ്മൾ മുമ്പോട്ട് പോകുന്ന അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ അച്ഛൻ ഇന്നലെ പറഞ്ഞു, നമ്മളുടെ പരിമിതമായ ഒരു ടെമ്പററി ലൈഫാണ് നമുക്കുള്ളത്. ഉള്ള സമയം ദൈവത്തെ ആരാധിക്കുവാനും അതോടൊപ്പം തന്നെ സന്തോഷം, ബന്ധങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാനും നമുക്ക് സാധ്യമാണ്. അതിനൊക്കെ ഈ കൂട്ടായ്മകൾ അനിവാര്യമാണ്. നമുക്ക് മാറ്റി വെക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒന്നല്ല. ഇവിടുത്തെ ഈ പെരുന്നാളിൻ്റെ പോസ്റ്ററിൽ എൻ്റെ പേരിട്ടിരുന്നു ഫാദർ സക്രിയ ചെറിയാൻ ലിങ്കണ്ണ. അപ്പം ഞാൻ എൻ്റെ കഷ്ടകാലത്തിൽ ഇന്നലെ സ്റ്റാറ്റസ്, പിന്നെ വന്ന മെസ്സേജുകൾ എന്ന് പറയുന്നത് വല്ലാതെ ഒരു മെസ്സേജായിരുന്നു. UK വന്നപ്പോഴത്തേക്ക് എബ്രഹാം ലിങ്കന്റെ കുടുംബക്കാരനായെന്ന് പറയുന്നത് അവർക്കറിയില്ല ലിങ്കൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പം ഈ ഒരു പെരുന്നാൾ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഇന്നലെ മുതൽ മെസ്സേജ് കാണിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത് പള്ളിയില്ലാത്തതുകൊണ്ട് ലിങ്കെന്ന് നിങ്ങളിട്ടെങ്കിലും അതൊക്കെ അതിലൊരു ഒരു നർമ്മം കലർന്ന രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് നൽകി. അപ്പം ഇതുപോലുള്ള കൂട്ടായ്മകൾ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാവണം. അപ്പോഴാണ് നമ്മളുടെ ഈ സന്തോഷങ്ങൾക്ക് നമ്മൾ, കാരണം UK എങ്ങോട്ട് തിരിഞ്ഞാലും ചെലവ് മാത്രമേ ഉള്ളൂ. വലിയ ചെലവില്ലാതെ നടക്കുന്ന പരിപാടികൾ ഇതുപോലെയൊക്കെ ഉള്ളൂ. മലയാളി അസോസിയേഷൻ ചെന്നാൽ മൊത്തം ഇങ്ങനത്തെ ചെലവുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ, ചെലവ് കുറഞ്ഞ സന്തോഷങ്ങളൊക്കെ കഴിയാമണ്ണം ആസ്വദിക്കണം. അച്ഛൻ പറഞ്ഞതുപോലെ കഴിച്ചു വയറ് നിറഞ്ഞ ഓടിയിരുന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഇരുന്ന് പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞുങ്ങളെ പ്രോത്സാഹനമാണ് ഏറ്റവും വലിയ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുക. കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, പ്രായമുള്ളവരുടെ ഡിസ്പ്ലേ ഉണ്ടായിരിക്കും അവരുടെ കഴിവുകൾ. എങ്കിലും എല്ലാവർക്കും ഇത് നന്നായിട്ട് ക്രമീകരിക്കുന്നതായ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു, അവരെ അനുമോദിക്കുന്നു. ഇതിനുവേണ്ടി പെട്ടെന്നൊരു ദിവസം എല്ലാം കൂടെ തട്ടിക്കൂട്ടാൻ പറ്റത്തില്ല. അതിൻ്റെതായ കാര്യങ്ങളിൽ ഓർഗനൈസ് ചെയ്യത്തക്കവണ്ണം ആവശ്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായ ഘട്ടം സമയപരിമിതിക്കുള്ളിലും അത് ചെയ്യുവാൻ തക്കവണ്ണം അതിന് താല്പര്യം കാണിച്ചവരെയും അതിൽ കഷ്ടപ്പെട്ടവരെയും ഒക്കെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, അനുമോദിക്കുന്നു. ഈ തന്ന അവസരത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നല്ല ഒരു കുറച്ച് സമയം നമുക്ക് പങ്കിടുവാനും നമുക്ക് ചെലവിടുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്ന അവസരത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമാണ്. Thank you, Achin, for your encouraging words. Next, we'll have the report ready. Please join us as the Sunday School HM, Reena Robin, Marthamariam Secretary, Vijay Varghese, and the Prayer Group Secretary, Anuvanna Varghese, share their updates. I will go to watch it. പ്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട സക്കറിയ അച്ഛൻ, നമ്മുടെ ബിനോയ് ജോഷു അച്ഛൻ, ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി മെമ്പേഴ്സ്, ഡിയർ ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ വർഷത്തെ 2023-2024 വാർഷിക റിപ്പോർട്ട്. As a Sunday school teacher, I am honored to present this report detailing the journey, the achievements and the reflections of the past year. It has been an inspiring and fulfilling experience, and I extend my heartfelt gratitude to our Achan, teachers, parents and students for their unwavering support. The overview of our Sunday school programs. The 2023-2024 Sunday School programs was designed to nurture spiritual growth, biblical growth and knowledge and Christ-like character in our children. Our curriculum emphasized scripture studies. First of all, scripture study. That is weekly Bible lessons that cover Old and New Testament stories. Second one is memorizing words, that is encouraging children to memorize the words. The third one is prayer and worship. Teaching the children to build up a personal relationship with God
through prayer and praise. The fourth is Christian living. Lessons on how to apply biblical principles in everyday life, fostering kindness, honesty, and compassion. Then, next goes to achievements and milestone. This year was several notable achievements. Attendance growth, first of all. Attendance growth by 20% with many new families joining this our Sunday school last year. We had an average of 50 students to 55 students, ranging from toddlers to teenagers. Second one, I goes to student-led activities. Older students were encouraged to take leadership roles by helping with activities, taking Sunday school classes, sessions, and mentoring very young children. The spiritual events, we hosted a series of special events. First of all, last year the OVDS, around 60 students we participated, and all we had many activities, games, class lessons, the different programs including Molamkali, and ended with Kurbana and Sneha Virudu. Second program is Christmas pageant. Students perform nativity play, skit which showcase their understanding of the birth of Jesus. Third one, cultural programs being conducted in our church. Selected students will participate in the zonal level, which was in Sheffield. So many children participated here. About 50-55 students participated in our church. Selected members go to our zonal level in Sheffield. And our Kochama and Achan guided for all the guidelines through the opportunity for them. The third one, every year, April, our teachers conference. Every year we participate in our OSSC teachers conference. Last year, which held in Bristol, three of our teachers attended in that conference. The next one, I go to challenges faced. While the year was filled with limited teaching materials last year, because we couldn't get any teaching materials last year, but we managed to adopt by using digital tools or online classes. Key learning and personal reflections I next goes to this year. Learn the importance of being adaptable for learning different styles. We got the power of prayer. We open and closed classes with prayer. Every second Sunday, we got Sunday school students online prayer meeting. Achan and Sophia Kochama conducted this program and a prayer meeting through online. And Achan and Sophia Kochama will give messages to our children, which is ending with evening prayer. The senior students host the prayer meeting. Children sing song, Bible reading, and Kochama gave Bible messages at the end of the session. The very interesting thing is that Kochama is always ask questions and give feedback from our children, which make sure that children all understood all the lessons that Kochama has been teach. Goals of the year next year, 2025. That's we aim for the goals for next year. To develop a junior leadership program involving older students to more responsibilities within the church, such as teaching younger classes or leadership worship. And we are planning to teach Sunday school students English Kurbana as well. Hopefully, God will give us opportunity to complete that task. The last is my conclusion. It has been a humbling experience to serve as a Sunday school teacher, trusting that God guides us and we nurture our children in faith. Thank you, and God bless us all. Thank you very much.